എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മലയാളം അക്ഷരങ്ങളാണ്. ആദ്യത്തെ അക്ഷരം എന്താണ്? ആ. ദേ ഇതാണ് ആ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? ആ. ഈ അക്ഷരത്തിന് എന്താ പറയാ? ആ. ഇനി ആ വെച്ച് തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ നമുക്ക് നോക്കിയാലോ? ഇതാരാണ്? അമ്മ. ആ അമ്മ. ആ അമ്മ. അമ്മ എന്താ ചെയ്യുന്നേ? കുട്ടീനെ കയ്യിലെടുത്ത് നിൽക്കുകയാണല്ലേ. അമ്മ നിങ്ങളൊക്കെ ഇതേപോലെ കയ്യിലെടുക്കാറില്ലേ അല്ലേ? അതേപോലെ ഈ അമ്മ കുട്ടീനെ കയ്യിലെടുത്ത് നിൽക്കുകയാണ്. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ആ അമ്മ. ഇതാരാ? അച്ഛൻ. ആ അച്ഛൻ. ആ അച്ഛൻ. അച്ഛൻ എന്താ ചെയ്യാ? നിങ്ങളെ കളിപ്പിക്കാറില്ലേ അല്ലേ? പിന്നെ എന്താ വാങ്ങിച്ചു തരാ? കളിപ്പാട്ടം വാങ്ങിച്ചു തരാറില്ലേ? ഇല്ലേ? ആണല്ലേ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ആ അച്ഛൻ. ഇനി അടുത്ത പിക്ചർ നോക്കാലോ. ഇതാരാ? അണ്ണാൻ. ആ അണ്ണാൻ. മരത്തിൻ്റെ മേലൊക്കെ തുള്ളി തുള്ളി കളിക്കുന്ന അണ്ണാനെ കണ്ടിട്ടില്ലേ? ആ അണ്ണാൻ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ആ അണ്ണാൻ. ആ അണ്ണാൻ. അണ്ണാൻ്റെ ആദ്യത്തെ അക്ഷരവും ആ എന്നാണ്. ഇനി അടുത്ത പിക്ചർ നോക്കാലോ. ഇതെന്താണ്? അരണ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അരണയെ കണ്ടിട്ടുണ്ടോ? നമ്മൾ മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന അരണ. ആ അരണ. ആ അരണ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ആ അരണ. ഇനി ഇതെന്താണ്? അരി. നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന അരിയില്ലേ, അതാണ്. അരി എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരവും ആ എന്നാണ്. ആ അരി. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ആ അക്ഷരം കണ്ടാൽ മനസ്സിലാവില്ലേ? അപ്പം ഈ ചിത്രത്തിൽ നോക്കൂ, കുറേ സ്ഥലത്ത് ആ അക്ഷരങ്ങളുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തൊട്ട് കാണിച്ചു തരണേ എവിടെയാണെന്ന്. എവിടെയുള്ളത്? ദേ ഇവിടെ. പിന്നെ എവിടെയാ? ദേ ഇവിടെയുണ്ട്. പിന്നെയോ? ഇവിടെ. പിന്നെയോ? ഇവിടെയുമുണ്ട്. പിന്നെ എവിടെയാ? ദേ ഇവിടെയുമുണ്ട്. എല്ലാവരും മിടുക്കരായി കണ്ടുപിടിച്ചല്ലോ. ഇനി വേറൊരു കളി കളിക്കാം. ഇവിടെ കുറേ അക്ഷരങ്ങളുള്ള തൊപ്പിയുണ്ടല്ലോ. അതിൽ ആ അക്ഷരം എഴുതിയ തൊപ്പി നിങ്ങൾ തൊട്ട് കാണിച്ചു തരണേ. നിങ്ങൾ ഈ തൊപ്പി തൊടുമ്പോൾ അതിൻ്റെ നിറം മാറുന്നത് കാണാം. എവിടെയാണുള്ളത്? ദേ ഇവിടെ. പിന്നെയോ? ദേ ഇവിടെയുണ്ട്. പിന്നെ എവിടെയാ? ദേ ഇവിടെയുമുണ്ട്. പിന്നെ ഇവിടെയുമുണ്ട്. അപ്പോൾ എല്ലാവരും എളുപ്പത്തിൽ കണ്ടുപിടിച്ചല്ലോ. ഇപ്പോൾ എല്ലാവർക്കും ആ അക്ഷരം കണ്ടാൽ മനസ്സിലാവല്ലോ അല്ലേ? ഒരു സംശയമില്ലല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ അക്ഷരം എങ്ങനെയാണ് എഴുതണ്ടേ നോക്കാമല്ലോ. ആദ്യം ഒരു റൈറ്റ് കേവ് ഇതേപോലെ വരക്കാം. പിന്നെ ഒരു ചെറിയ ലെഫ്റ്റ് കേവ് വരച്ചു കൊടുക്കാം ഇതേപോലെ. വീണ്ടും ഒരു ചെറിയ ലെഫ്റ്റ് കേവ് വരക്കാം ഇങ്ങനെ. അത് കഴിഞ്ഞാൽ ഒരു ഡൗൺ കേവ് വരക്കാം. ഡൗൺ കേവ് ദേ ഇതേപോലെ. ഡൗൺ കേവ്. വീണ്ടും ഒരു ഡൗൺ കേവ് വരച്ചു കൊടുക്കാം ഇതേപോലെ.
ദേ നോക്ക്, ഇതേപോലെ. പിന്നെ അകത്തേക്കൊരു റൗണ്ട്. ഡൗൺ കേർവും അപ്പ് കേർവിലും നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നോട്ട്ബുക്കിൽ എങ്ങനെയാണ് എഴുതണ്ടേന്ന് നോക്കാം. ഇതേപോലെയുള്ള 2 ലൈൻസ് ബുക്കിലാണ് എന്ന അക്ഷരം എഴുതാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ആദ്യം ഒരു ലെഫ്റ്റ് കേർവ്, പിന്നെ ചെറിയൊരു റൈറ്റ് കേർവ്, വീണ്ടും ഒരു റൈറ്റ് കേർവ്, പിന്നെ ഒരു ഡൗൺ കേർവ്, വീണ്ടും ഒരു ഡൗൺ കേർവ്, പിന്നെ അകത്തേക്കൊരു ചെറിയ റൗണ്ട്. ഇതേപോലെ എല്ലാവരും എഴുതി പഠിക്കണം കേട്ടോ. ഒന്നും കൂടി എഴുതി നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? അല്ലേ? ആദ്യം ഒരു റൈറ്റ് കേർവ്, പിന്നെ ചെറിയൊരു ലെഫ്റ്റ് കേർവ്, വീണ്ടും ഒരു ലെഫ്റ്റ് കേർവ്, ഡൗൺ കേർവ്, വീണ്ടും ഒരു ഡൗൺ കേർവ്, പിന്നെ അകത്തേക്കൊരു ചെറിയ റൗണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ എഴുതി പഠിക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.